ഒരു മുംബൈയിലാണെങ്കിൽ സ്റ്റാലിൻ്റെ സഹോദരങ്ങളാണെങ്കിൽ അലീനയെ പൊളിച്ചെടുക്കാനും നാണക്കേട് കൊണ്ട് അലീനയെ പുറത്താക്കാനും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് കടുത്ത തീരുമാനം എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് സ്റ്റാലിനെ അവർ വിളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. രണ്ടുപേരും റോബിൻ്റെ സഹോദരനും ചേർന്ന് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചാണ് വിളിക്കുന്നതെന്ന് കാണാം. അതായത് ഒരുപാട് നാണക്കേടൊന്നും അവർക്ക് സഹിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ പറയാണ് അത് ശരിയായ കാര്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും അലീന എന്ന പെൺകുട്ടിയെ ചേട്ടനിൽ നിന്നും അകറ്റണമെന്ന് തീരുമാനിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം ആദ്യം തന്നെ സ്റ്റാലിനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് ചേട്ടനോടൊരു മുന്നറിയിപ്പ് കൊടുക്കാം. ചേട്ടൻ എന്താ പറയുന്നതെന്ന് നോക്കാം. എങ്ങാനും ചേട്ടൻ്റെ മനസ്സ് മാറി പുറത്താക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാൻ വർക്കൗട്ടാവുമെന്ന് അവർ ചിന്തിച്ച് വെക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനെ വിളിക്കുകയാണവർ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേട്ടാ, ഇത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം നഷ്ടപ്പെടുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. അതായത് ചേട്ടൻ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കരുത്, ആ പെൺകുട്ടിയെ വിട്ടുകളയണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എടാ, എനിക്ക് അതിന് കഴിയില്ല. അവൾ എൻ്റെ മകളാണ്. അവളെ ഉപേക്ഷിക്കാനോ അവളെ തള്ളിക്കളയാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ചേട്ടൻ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആരോടാണ് ഈ യുദ്ധം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലി പറയുന്നുണ്ട്, എൻ്റെ മകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പപ്പയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളെ ഞാൻ ഒഴിവാക്കാൻ പോകുന്നില്ല. ആ നാണക്കേട് അങ്ങോട്ട് സഹിച്ചോ. നിങ്ങൾ അവളുടെ പേപ്പന്മാരാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ചേട്ടന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഞങ്ങൾ ഈ നാണക്കേടിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടനെ രക്ഷിച്ചെടുക്കാനും ഒപ്പം ഞങ്ങളെയും നാണക്കേടിൽ നിന്നും മാറ്റാനുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേട്ടന് വാശിയാണല്ലേ? എങ്കിൽ ഞങ്ങളവിടെ വന്ന് അലീന എന്ന ചേട്ടൻ്റെ മകളെ പിടിച്ച് പുറത്താക്കും എന്ന് പറയുമ്പോൾ അതിനായിട്ട് നിങ്ങൾ വരണമെന്നില്ല. അതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. നടക്കാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാതെ പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. എൻ്റെ തീരുമാനത്തിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് സ്റ്റാലി പറഞ്ഞു വയ്ക്കുകയാണ് എന്നും കാണാം. ഇതേ സമയമാണെങ്കിൽ അവരാണെങ്കിൽ ചേട്ടനോട് ഇതിനെപ്പറ്റി ചോദിക്കണമെന്നും അവളെ പുറത്താക്കാനായിട്ട് പോകണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പച്ചൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ അവരും പോവുകയാണ് എന്ന് കാണാം. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാലിനോട് അവർ കയർക്കുകയാണ് എന്ന് കാണാം. എന്തിനാ ചേട്ടാ ഞങ്ങളെ ഇങ്ങനെ വലിയ അപമാനത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്? എന്ത് കാര്യമുണ്ട് ചേട്ടന്? എന്തിനു വേണ്ടിയാണ് ചേട്ടൻ ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ സ്റ്റാലി പറയുന്നുണ്ട്, ഇത്ര വലിയ നാണക്കിടേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ഞാൻ അത് അംഗീകരിക്കുകയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കാൻ നിങ്ങൾ നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും.
എൻ്റെ ചേട്ടാ, ചേട്ടൻ എന്ത് കാണിക്കാനാ ഈ പോകുന്നേ? ചേട്ടൻ എന്ത് തീരുമാനിച്ചുകൊണ്ടാ ഈ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരാൻ സമയമായിട്ടില്ല. അധികം വൈകാതെ തന്നെ ഞാൻ ഉത്തരം തരുമെന്ന് പറയുന്നു. എങ്കിലും എൻ്റെ മകളെ പുറത്താക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്താണ് അത്ര വലിയ ക്വാളിറ്റി ആൾക്കുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചോ. നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റുമെങ്കിൽ ആക്കിക്കോ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം അവരാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, വേണ്ടടാ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടടാ എന്ന് പറയുമ്പോൾ ഈ അപ്പച്ചനാണ് ചേട്ടൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുപിടിക്കുന്നതും ചുക്കാൻ പിടിക്കുന്നതും. അപ്പച്ചൻ മിണ്ടാതെ മാറിയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അപ്പച്ചനെ മാറ്റി നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അലീനയെ കണ്ടതും അവരുടെ കിളി പോകുന്നുണ്ട് എന്നതൊരു വാസ്തവമാണെങ്കിലും ഈ വലിയ നാണക്കേടിൽ രക്ഷപ്പെടാൻ വേണ്ടി അവരാണെങ്കിൽ അലീനയെ പുറത്താക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ കഴിയൂട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ അവരെ തടയുകയാണ്. എൻ്റെ പപ്പയുടെ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് അലീന ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അയാൾക്ക് നാണക്കേടും കാര്യങ്ങളൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല. മര്യാദയ്ക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് നമ്മുടെ അലീനയോട് സഹോദരന്മാർ പറയുകയാണ്. എന്നെയും എൻ്റെ പപ്പയെയും ഇവിടെ നിന്ന്, അതായത് എൻ്റെ പപ്പയിൽ നിന്നും എന്നെ പുറത്താക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും അതിന് ഞാൻ അനുവദിക്കില്ല എന്നും അലീന പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഈ സ്വത്തുക്കൾ എൻ്റെ പപ്പയുടേതാണെന്നും അതുകൊണ്ട് പപ്പ പറയുന്നത് വരെ ഞാനിവിടെ നിൽക്കുമെന്നും എന്നെ ബലമായിട്ട് പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പണി ഞാൻ തരുമെന്നും നമ്മുടെ സഹോദരന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലീന പറയുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ അലീനയുടെ സാമർത്ഥ്യം കണ്ട് അവർ അന്തം പോയ കുന്തന്മാർ നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.